ഹലോ, കൊല്ലം ജില്ലയിലേക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പ് വ്ലോഗാണ് ഇത്. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം സാമ്പ്രാണിക്കൊടി ടെർമിനൽ 1ലേക്കാണ്. നല്ല തിരക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു. ഏകദേശം ഒരു നവംബർ തൊട്ട് മാർച്ച് വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സീസൺ ടൈമായിട്ട് പറയുന്നത്. എന്തൊക്കെ മറന്നാലും ഐലൻഡിലേക്ക് എത്തുമ്പോഴത്തേനും ഒരു ചെറിയ ഡ്രസ്സ് എടുക്കാൻ മറന്നു പോയേക്കരുത്. കാരണം നമ്മൾ ഐലൻഡിലേക്ക് എത്തി കായലിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടാവും. പിന്നെ ഡ്രസ്സിംഗ് റൂമും വാഷ്റൂമും ഒക്കെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. ഏകദേശം 10:30 ആയപ്പോഴാട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയത്. ഞങ്ങൾ 4 പേരെ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. 7 പേരായാലേ ഒരു ബോട്ട് ഐലൻഡിലേക്ക് പോവുള്ളൂ. അപ്പം ഞങ്ങളോട് പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 പേരോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ എല്ലാം വരും. അപ്പം അങ്ങനെ പോകുന്നതാണ് അവർക്ക് ലാഭം എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഫാമിലി വന്നായിരുന്നു. ഞങ്ങളങ്ങനെ ഐലൻഡിലേക്ക് പോകാനായിട്ട് ബോട്ടിൽ കയറി. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഐലൻഡിലേക്ക് പോകാനായിട്ട് 3 ടെർമിനലുകളാണുള്ളത്. 3 ടെർമിനലിൽ നിന്ന് പോകുമ്പോഴത്തേനും നമുക്ക് ഐലൻഡിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ബോട്ടിൽ തിരിച്ചു വരാൻ പറ്റും. രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയ ബോട്ടിൽ തന്നെ തിരിച്ചും വരണം കൂടുതൽ സമയവും എടുക്കും. മാക്സിമം 1-3 ടെർമിനലിൽ നിന്നും പോകാൻ നോക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഐലൻഡ് എത്തിയായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെഡ് പ്ലാറ്റ്ഫോമുകളിലോട്ടോ നമ്മുടെ ബോട്ട് എടുപ്പിക്കുന്നത്. അവിടുന്ന് വേണം നമുക്ക് ഐലൻഡിലേക്ക് ഇറങ്ങാൻ. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ഒരു വള്ളക്കാരനായിട്ട് ഞങ്ങൾ എടുത്തോട്ട് വന്നു. ഇത് അരമണിക്കൂർ വള്ളത്തിലുള്ളൊരു റൈഡാട്ടോ. അഷ്ടമുടി കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടൽക്കാടിന്റെ ഇടയിലൂടെയുള്ള ഒരു വള്ളം ട്രിപ്പ് റൈഡാണിത്. ഒരാൾക്ക് 100 രൂപയാട്ടോ ഇതിന്റെ ചാർജ്. ഐലൻഡിലേക്ക് വന്ന ആദ്യം ഒരു ട്രിപ്പ് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒത്തിരി മടുപ്പ് കൂടാതെ കായലിന്റെ ഭംഗി ആസ്വദിക്കാനും ഐലൻഡിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ഇതാണ് നല്ലത്. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇത് കായലിൻ്റെ തിരിച്ചു വരുന്ന ചേട്ടന്മാരാട്ടോ. എൻ്റെ കയ്യിൽ വലിയ ക്യാമറയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വലിയ വ്ളോഗറൊക്കെയാണെന്ന് വിചാരിച്ചാണ് അവരെനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോണേ. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇത് കായലിനടുക്കുള്ളൊരു കള്ളുഷാപ്പാണ്. ഇവിടെ വള്ളമൊന്നും നിർത്തിയിടത്തൊന്നുമില്ല. ഇവിടെ വരെ കരിമീനൊക്കെ വളർത്തുന്നുണ്ട്. അതാണ് ഇവിടെ ജാറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് തുരുത്തുകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും കേട്ടോ. പോകുന്ന വഴി മുഴുവൻ ഈ കണ്ടൽക്കാടുകൾ നിറഞ്ഞുള്ള ചെറിയ തുരുത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും നിൽക്കുന്നത് കാണാൻ. ഇതേപോലെയുള്ള കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ആട്ടോ നമ്മുടെ വള്ളത്തിൽ കൊണ്ടുപോകണേ. ഈ ഭാഗത്തൊന്നും വലിയ ആഴവും ഇല്ല കേട്ടോ. നമ്മുടെ മുട്ടിൻ്റെ ഒപ്പമൊക്കെ ആഴമുള്ളൂ. പിന്നെ ചെറിയ ചെറിയ പക്ഷികളും ചെറിയ മീനുകളും ഒക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ളത്. കണ്ടൽക്കാടുകളൊക്കെ അകലേന്ന് കണ്ടിട്ടുള്ള അല്ലാതെ ഇത്ര അടുത്തോടെ പോകുന്ന ആദ്യമായിട്ടാണ്. നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൂടെ പോകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആമസോൺ കാടുകളിൽ കൂടെ പോകുന്ന വീഡിയോസൊക്കെ കാണാറില്ല. ഏകദേശം അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ വന്നിട്ടും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നണത്. അങ്ങനെ ഐലൻഡിലേക്ക് എത്തി. ഇനിയാണ് നമ്മൾ ഐലൻഡിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഐലൻഡിലേക്ക് ഇറങ്ങി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അരയ്ക്കപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഒട്ടും തിരക്കില്ലാന്നിട്ട് ഞങ്ങൾ വന്നപ്പം. ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഐലൻഡിലേക്ക് എത്തുന്നവർക്ക് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയ ചെറിയ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടത് ഒരു ചേച്ചി ഇവിടെ കപ്പയും കല്ലുമക്കായും കൊടുക്കുന്നുണ്ടായിരുന്നു. മോര്, സോഡ, നാരങ്ങ വെള്ളം, ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ആയിട്ടോ കൂടുതൽ ആൾക്കാരോട് കഴിക്കുന്നത്. ഞങ്ങൾ കുറച്ച് തണ്ണിമത്തനും കുറച്ച് നെല്ലിക്കയും വാങ്ങി കഴിച്ചു. ഒരു സമയത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ വെള്ളത്തിലുള്ള സ്റ്റാളും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂർ കറങ്ങി തിരിച്ച് പോകാറായപ്പോഴത്തേനും നല്ല ആൾക്കാരായിരുന്നു. ഓഫ് സീസൺ എങ്ങനെയാണെങ്കിൽ സീസണിന്റെ സമയത്തൊന്ന് ആലോചിച്ച് നോക്കി. 5 മണി വരെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കുള്ള എൻട്രി ഉള്ളൂ. അതുകൊണ്ട് ഒരു 4:30 ആകുമ്പോഴെങ്കിലും നിങ്ങൾ ഇവിടെ വരാൻ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടോ? അല്ലേ? വരുന്നവർക്ക് എന്താണേലും ഈ ഐലൻഡ് ഇഷ്ടപ്പെടാതിരിക്കില്ല. തിരിച്ചങ്ങനെ ടെർമിനൽ 1ലേക്ക് തന്നെ എത്തി. നിങ്ങൾക്ക് ടെർമിനൽ 1ലേക്ക് വരാനായിട്ട് ഗൂഗിൾ മാപ്പിൽ സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി എന്നടിച്ചാൽ കൃത്യം വരുന്ന ലൊക്കേഷൻ ഇത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് വെറും 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലോട്ടായി പോകുന്ന വഴിയാണ് കൊല്ലം ബീച്ചും കൊല്ലം പോർട്ടും ഒക്കെ. കൊല്ലം പോർട്ടിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് എത്തി. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ടൈം. എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് 20 രൂപയും നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 10 രൂപയും അതിൻ്റെ കൂടെ എക്സ്ട്രാ അടയ്ക്കണം. 135 അടിയാട്ടോ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 200 കൂടുതൽ സ്റ്റെപ്പ് കയറി വേണം ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് എത്താൻ. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കയറുന്നില്ല, ഇവിടെ ലിഫ്റ്റും ഉണ്ട്. നമ്മൾ ലിഫ്റ്റ് വഴിയാണ് പോണത്.
മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ ഒരു അടിപൊളി 360 വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് ഇവിടെ എത്തുന്ന ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഒക്കെ സിഗ്നൽ നൽകാനും ദിശ മനസ്സിലാക്കുവാനും എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് അറിയിച്ചു കൊടുക്കാനും ഒക്കെയാണ് ഈ ലൈറ്റ് ഹൗസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് നോക്കിയാൽ പരന്നു കിടക്കുന്ന അറേബ്യൻ സീ, കൊല്ലം പോർട്ട്, കൊല്ലം ബീച്ച്, പോർച്ചുഗീസുകാർ പണ്ട് പണിത ചെറിയ തുരുത്തുകൾ, അങ്ങനെ പല വെറൈറ്റി കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം. ലൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബ്രേക്ക് വാട്ടർ ടൂറിസം പാർക്ക്. പിന്നെ എൻട്രി ഫീസ് ഇവിടെ ഉണ്ട്. 10 രൂപയാണ് എൻട്രി ഫീസ്. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഒരു ചായ കുടിച്ചിരുന്ന് കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. നടക്കാൻ ചെറിയൊരു വാക്ക് വേയും ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകളും കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പ്ലേയിങ് ഏരിയയും ഇവിടെയുണ്ട്. ലൈറ്റ് ഹൗസിന്റെ നല്ലൊരു വ്യൂ ഇവിടെ നോക്കിയാൽ കാണാം. കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അങ്ങനെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ കൊല്ലം ബീച്ചിലേക്ക് എത്തി. ബീച്ചിലിറങ്ങി കുളിക്കാനൊന്നും പറ്റില്ലായിരുന്നിട്ട് ഇവിടെ, പക്ഷെ ഒരുപാട് ആളുകൾ കാണാനുണ്ടായിരുന്നു. ആകാശത്തിൽ ഒരുപാട് വട്ടങ്ങളും പരുന്തുകൾ താഴ്ന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു അത് കാണാൻ. കുറച്ച് സമയം ഇങ്ങനെ കരയക്കൂടെയൊക്കെ നടന്നു. സമയം ഏകദേശം വൈകിട്ട് 5 മണി ആയിരുന്നു. നല്ല മഴക്കാറുള്ളതുകൊണ്ട് തന്നെ സൺസെറ്റ് കാണാൻ പറ്റൂല എന്ന് ഉറപ്പായി. വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുക കേട്ടോ. എന്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ശരി എന്നാ.